നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധർണ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. അന്യായമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ആവശ്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് ഒഴിവാക്കുക, ലൈസൻസ് പുതുക്കുന്നതിനുള്ള അനാവശ്യ വ്യവസ്ഥകൾ പിൻവലിക്കുക, വഴിയോര കച്ചവട മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന സർക്കാർ നയം നിർത്തലാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. ധർണയിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു. ഇവിടെ ആശാവർക്കർമാരും മറ്റ് സംഘടനകളും ചെയ്യുന്നത് പോലെ നിയമസഭയിലെ കേസുകൾ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് ഏകോപന സമിതിക്ക് സമരം നടത്താനുള്ള കഴിവുണ്ട്, കെൽപ്പുണ്ട് എന്ന് ഈ സമരത്തിലൂടെ, ഈ സൂചനാ സമരത്തിലൂടെ നാം മനസ്സിലാക്കി കൊടുക്കണം എന്നുകൂടി ഞങ്ങൾ 10-15 ലക്ഷം വ്യാപാരികൾക്ക് മാത്രമല്ല നഷ്ടം. ഈ രാജ്യത്ത് 50 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികൾ ഞങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ രാജ്യത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഗവൺമെന്റ് സഹായിക്കുന്ന വിഭാഗമാണ് വ്യാപാരികൾ. ലാഭമില്ലാതെ കച്ചവടം എന്നൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ തൊഴിൽ കരം എന്ന അന്യായമായ തൊഴിൽ കരം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് വ്യാപാരമില്ലാതെ ഈ വ്യാപാര രംഗം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് നിൽക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് 4 മുനിസിപ്പാലിറ്റികളിലും അതോടൊപ്പം തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിലും നമ്മൾ ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. ഈ രാജ്യത്തെ ശ്രീ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള പ്രസ്ഥാനമല്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഞങ്ങളുടെ പല ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി വിജയൻ. ഞങ്ങൾക്ക് ആദ്യമായി വ്യാപാര മന്ത്രാലയം സ്ഥാപിച്ചതെന്നത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകളാണ്. കളക്ട്രേറ്റിൽ തേനീച്ചക്കൂടിളകി 200ഓളം പേർക്ക് പരിക്ക്. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധന നടത്തവേ തേനീച്ചക്കൂടിളകി കുത്തേറ്റ് 200ഓളം പേർക്ക് പരിക്ക്. 79 പേരെ പേരൂർക്കട ജനറൽ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ 8 പേരെ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ബോംബ് ഭീഷണി എത്തിയത്. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിന്റെ പ്രതികാരമായി സ്ഫോടനം നടത്തുമെന്നായിരുന്നു മെയിൽ. തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസ് സംഘവും സിവിൽ സ്റ്റേഷനിൽ പരിശോധന തുടങ്ങി. 750ഓളം ജീവനക്കാരെ കെട്ടിടത്തിന് മുന്നിലെ ഗാന്ധി പാർക്കിന് സമീപത്തേക്ക് മാറ്റിയിട്ടായിരുന്നു പരിശോധന. ഇതിനിടയിലാണ് കെട്ടിടത്തിന്റെ 5ാം നിലയിലുണ്ടായിരുന്ന തേനീച്ചക്കൂടിളകി തേനീച്ചകൾ ജീവനക്കാരുടെ നേരെ പാഞ്ഞെടുത്തത്. ഈ നിലയിൽ 3 തേനീച്ചക്കൂടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു കൂടാണ് ഇളകിയത്. കരിക്കകം പൊങ്കാല ഒരുക്കങ്ങൾ വിലയിരുത്തി. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാകും ഇത്തവണയും കരിക്കകം പൊങ്കാല. ഏപ്രിൽ 3 മുതൽ 9 വരെ കോർപ്പറേഷന്റെ എല്ലാ വാർഡുകളും ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. പുറത്തെഴുന്നള്ളത്ത് നടക്കുന്ന ഏപ്രിൽ 7, 8 തീയതികളിലും പൊങ്കാല ദിവസമായ ഏപ്രിൽ 9-നും സായുധ പോലീസിനെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കാനും പട്രോളിംഗ് ശക്തമാക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. ആരോഗ്യ ശുചീകരണ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മെഡിക്കൽ ടീമിന്റെയും ആംബുലൻസുകളുടെയും സേവനവും ഉറപ്പാക്കും. ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തി മോഹൻലാൽ. ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തി മോഹൻലാൽ. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിലും നടൻ വഴിപാട് അർപ്പിച്ചു. അയ്യനെ കാണാൻ അദ്ദേഹം പമ്പയിലേക്കാണ് ആദ്യം എത്തിയത്. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് അദ്ദേഹം മല കയറി. പമ്പയിലെത്തിയ മോഹൻലാലിനെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചു. മോഹൻലാലിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് കെ മാധവനും ദർശനത്തിനായി എത്തിയിരുന്നു. പടിപൂജ അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കും. നാളെ പുലർച്ചെ നട തുറന്ന ശേഷമാകും മലയിറങ്ങുക.
600 ടൺ പച്ചക്കറി വിറ്റ് ശിവദാസൻ കോടിപതി. കർഷക കോടിപതിയായി എലവഞ്ചേരി പനങ്ങാട്ടേരി സ്വദേശി ശിവദാസൻ. 10ാം ക്ലാസ് പഠനശേഷം തുമ്പയെടുത്ത് മണ്ണിലിറങ്ങി കഠിനാധ്വാനം നടത്തിയതിന്റെ ഫലമായി ഒരു കൊല്ലത്തിനിടെ ഉൽപ്പാദിപ്പിച്ചത് 600 ടൺ പച്ചക്കറി. നൽകിയത് VFPCKയുടെ എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതിക്ക്. ലഭിച്ചതോ വരുമാനം 1.15 കോടി രൂപ. VFPCKയുടെ 24 വർഷത്തെ ചരിത്രത്തിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കർഷകന് ഉൽപ്പന്ന വിലയായി ഇത്രയും വലിയ തുക ഒരു സാമ്പത്തിക വർഷം കൈമാറുന്നത്. സ്വന്തമായുള്ള 8 ഏക്കറിലും പാട്ടത്തിനെടുത്ത 10 ഏക്കറിലുമാണ് ശിവദാസന്റെ കൃഷി. കളഞ്ഞുകിട്ടിയ ATM കാർഡിൽ നിന്നും പണം തട്ടിയവർ പിടിയിൽ. കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയും പിടിയിൽ. BJP അംഗവും മഹിളാ മോർച്ച ഭാരവാഹിയുമായ സുജന്യ ഗോപി, ഇവരുടെ സഹായി കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലിഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മാർച്ച് 14 രാത്രിയാണ് ATM കാർഡ് അടങ്ങുന്ന വിനോദിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ സലിഷ് മോനാണ് വിനോദിന്റെ പേഴ്സ് ലഭിച്ചത്. തുടർന്ന് പേഴ്സ് ലഭിച്ച വിവരം സലിഷ് സുജന്യയെ അറിയിച്ചു. ഇരുവരും ചേർന്ന് മാർച്ച് 15 രാവിലെ 6-നും 8-നും ഇടയിൽ ബുധനൂർ, പാണ്ടനാട്, മാന്നാർ എന്നിവിടങ്ങളിലെ ATM കൗണ്ടറുകളിലെത്തി 25,000 രൂപ പിൻവലിക്കുകയായിരുന്നു. ATM കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് ഇവർ തുക പിൻവലിച്ചത്. പഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്ത് വീട്ടമ്മ. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വീട്ടമ്മ അടിച്ചു തകർത്തു. ഐമനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് സംഭവം. മുട്ടേൽ സ്വദേശിനി ശ്യാമളയാണ് പഞ്ചായത്ത് ഓഫീസ് അടിച്ചു തകർത്തത്. സംഭവത്തിൽ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലല്ല നടക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമം. എന്നാൽ ശ്യാമളയുടേതായി ഫയലുകൾ ഒന്നും തന്നെ പരിഗണിക്കാനില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഓഫീസിൽ ഇടയ്ക്കെത്തുന്ന ശ്യാമള പഞ്ചായത്ത് അധികൃതരുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ടെന്ന് പോലീസും പറയുന്നു. ഇവർക്കെതിരെ മുൻപ് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. വിഷയം ചർച്ച ചെയ്യാനായി അധികൃതർ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടിക്ക് അവധി അനുവദിച്ചു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് ഈ സമ്മേളന കാലയളവിൽ അവധി അനുവദിച്ച് നിയമസഭ. മാർച്ച് 1 മുതൽ 25 വരെ ശിവൻകുട്ടിക്ക് അവധി അനുവദിക്കുന്നതായി സ്പീക്കർ അറിയിച്ചു. സഭ ഇത് അംഗീകരിച്ചു. ശിവൻകുട്ടിയുടെ പൊതുവിദ്യാഭ്യാസ, തൊഴിൽ വകുപ്പുകൾ അടക്കമുള്ളവയുടെ ധനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്നലെ നടന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനാണ് മറുപടി പറഞ്ഞത്. ഏതാനും നാളുകൾ ആശുപത്രി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. തൽക്കാലം കോടതികളിൽ ഗൗൺ വേണ്ട എന്ന തീരുമാനം. സംസ്ഥാനത്തെ കനത്ത ചൂട് കണക്കിലെടുത്ത് അഭിഭാഷകർ കറുത്ത ഗൗൺ ധരിക്കുന്നത് ഒഴിവാക്കി ഹൈക്കോടതി പ്രമേയം പാസാക്കി. ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും പാന്റും ധരിച്ച് അഭിഭാഷകർക്ക് ഹാജരാകാം. കറുത്ത കോട്ടും ഗൗണും നിർബന്ധമില്ല. ഹൈക്കോടതിയിലും അഭിഭാഷകർക്ക് കറുത്ത ഗൗൺ നിർബന്ധമില്ലെന്നും ഫുൾ കോട്ട് ചേർന്ന് പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു. മെയ് 31 വരെ ഇത് തുടരും. വേനൽക്കാലത്ത് കറുത്ത ഗൗൺ ധരിച്ച് ഹാജരാകുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഫുൾ കോട്ട് പ്രമേയം പാസാക്കിയത്. ബാങ്ക് പണിമുടക്ക് ആഹ്വാനം ചെയ്തു. ബാങ്ക് ജീവനക്കാർ ഈ മാസം 24-നും 25-നും രാജ്യവ്യാപകമായി പണിമുടക്കും. 22, 23 തീയതികളിൽ ശനിയും ഞായറുമായതിനാൽ അവധിയാണ്. ഫലത്തിൽ അടുത്തയാഴ്ച 4 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. 9 പ്രമുഖ ട്രേഡ് യൂണിയനുകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഹ്വാനപ്രകാരമാണ് പണിമുടക്ക്. ആശമാർക്ക് വീണ്ടും നിരാശ. നിരാഹാര സമരത്തിലേക്ക് ഉൾപ്പെടെ കടന്ന് സമരം ശക്തമാക്കാനിരിക്കെ ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. ഇന്നുച്ചയ്ക്ക് 12:30 സംസ്ഥാന NHM ഓഫീസിലായിരുന്നു ചർച്ച നടന്നത്. NHM ഡയറക്ടറാണ് ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. സമരസമിതി പ്രസിഡന്റ് VK സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് S മിനി, മറ്റ് 2 ആശമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതിനെ ആശാവർക്കർമാർ സ്വാഗതം ചെയ്തിരുന്നു. ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും ചർച്ചയ്ക്ക് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രതീക്ഷയുണ്ടെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചിരുന്നു. ചർച്ചയ്ക്ക് അനുകൂല തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചെത്തിയ ആശാവർക്കർമാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ചർച്ച അവസാനിപ്പിച്ചു. ചർച്ച ആശാവർക്കർമാർക്ക് അനുകൂലമായ രീതിയിലല്ലാത്തതിനാൽ 20-ാം തീയതി മുതൽ നിരാഹാര സമരം നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. കായിക ലോകം. രാജസ്ഥാൻ റോയൽ ടീമിൽ സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽ ടീം ക്യാമ്പിനെ ആവേശത്തിലാഴ്ത്തി ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ മാസ് എൻട്രി.
കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബംഗളൂരു ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നു സഞ്ജു തിങ്കളാഴ്ച ടീമിനൊപ്പം ചേർന്നത്. പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായി ചർച്ച നടത്തിയ ശേഷം രാജസ്ഥാൻ ടീമിന്റെ പരിശീലനത്തിലും പങ്കെടുത്തു. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിൽ ബാറ്റിംഗിനിടെ ജോഫ്ര ആർച്ചറുടെ പന്ത് കൊണ്ട് ചൂണ്ടുവിരലിന് പരിക്കേറ്റ സഞ്ജു 6 ആഴ്ചയായി വിശ്രമത്തിലായിരുന്നു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. നഖങ്ങളിലെ നിറവ്യത്യാസം ശ്രദ്ധിക്കുക. നഖങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ പല അസുഖങ്ങളുടെയും ഭാഗമായി വരുന്നതാകാം. നമ്മളത് കാര്യമായി പരിഗണിക്കാറില്ല എന്നതാണ് സത്യം. ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ച് നഖങ്ങളുടെ അറ്റം അർദ്ധചന്ദ്രാകൃതിയിലായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ്, വിഷാദരോഗം, വിളർച്ച എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. ക്ഷീണം, ഉത്കണ്ഠ, തലകറക്കം എന്നിവ കൂടി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. ചിലരിൽ നഖം വിളർത്തും മഞ്ഞ നിറത്തിലും കാണാറുണ്ട്. ഇത് കരൾ, വൃക്ക, ഹൃദയം എന്നിങ്ങനെയുള്ള അവയവങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെയോ വിളർച്ചയെയോ പോഷകാഹാരക്കുറവിനെയോ സൂചിപ്പിക്കുന്നതാകാം. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.